മിസ്സേ അങ്ങനെ തൃശ്ശൂര്, കാസർഗോഡ്, പത്തനംതിട്ട LDയും കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു പകുതിയോളായി അല്ലേ? പിന്നെ ഇപ്പോൾ കൊല്ലം കഴിഞ്ഞു, ട്രിവാൻഡ്രം കഴിഞ്ഞു, ട്രിവാൻഡ്രം കഴിഞ്ഞു, കണ്ണൂർ കഴിഞ്ഞു. അപ്പോൾ LD പരീക്ഷകൾ ഓൾമോസ്റ്റ് ആയി. അപ്പോൾ അതിൻ്റെ പഠനവും നമ്മളെ പഠിപ്പിക്കലും ഒക്കെ ഏകദേശമായി. ഇനിയിപ്പോൾ മെയിനായിട്ട് വരുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. അതെ, ഡിഗ്രി പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഇനി എല്ലാവരും. ഡിഗ്രി ലെവലിൻ്റെ കാര്യം അതല്ല, ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന ഒരാൾക്ക് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ +2 ലെവലിലെ സിലബസിൻ്റെ സെയിം സാധനമാണ്. അതെ, അപ്പം നോക്കിക്കഴിഞ്ഞാൽ സിലബസിൽ ഒരു വ്യത്യാസമില്ല. എന്ന് വെച്ച് നമ്മൾ അതുപോലെ പഠിപ്പിച്ചാലോ മതിയോ? പോരാ. NCERT ലെവൽ എന്തായാലും അല്ലേ? ഇതിപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷ എന്ന് വേണ്ട, ഇപ്പോൾ +2-ന് എന്തിന് 10th ലെവൽ പരീക്ഷകൾക്ക് പോലും NCERT എന്നുള്ള ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് അല്ലേ? കഴിഞ്ഞ LDC എക്സാമിന് അങ്ങനെ ഐസോട്ടോണിക് സൊല്യൂഷൻസിന്റെ ഒരു ചോദ്യം വന്നു. ഐസോട്ടോണിക് ശരിക്കും പക്ക NCERT സെയിം അതേ സാധനം. അതുപോലെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് നാശനത്തിന് വിധേയമാകുന്നത് എങ്ങനെയാണ്, അങ്ങനെ NCERT എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ 10th ലെവൽ പരീക്ഷയായാലും +2 ലെവൽ പരീക്ഷയായാലും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, സിലബസ് കണ്ടിട്ട് വെറും SCERT മാത്രം ഫോളോ ചെയ്താൽ മതി എന്ന് തെറ്റിദ്ധരിക്കേണ്ട. NCERT ലെവലിൽ നന്നായിട്ട് നമ്മൾ ടോപ്പിക്കുകൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സിലബസിലുള്ള ടോപ്പിക് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ട് SCERT എന്ന് വരുന്ന മാത്രമല്ല NCERT എന്ന് വരുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ എന്തായാലും പഠിക്കണം. ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് അത് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതെ മിസ്സേ, അതായത് നമ്മുടെ സിലബസ് നോക്കുമ്പോൾ 12th ലെവലിനും ഡിഗ്രി ലെവലിനും സെയിം ആണെങ്കിലും ടോപ്പിക്കുകളൊക്കെ സെയിം ആണെങ്കിലും അതിനകത്ത് കുറച്ചും കൂടി ഡെപ്തിലേക്ക് ഇറങ്ങിയിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു അല്ലേ? സത്യം, എല്ലാ കാര്യവും അതെ. ഇനിയിപ്പോൾ ലോഹങ്ങളായാലും ആസിഡുകളായാലും എല്ലാത്തിൻ്റെയും ഇപ്പോൾ വരുന്ന പരീക്ഷകൾക്കൊക്കെ ആ ഒരു ട്രെൻഡാണ്. NCERTയിൽ നിന്ന് സെയിം ആ ഒരു അതേ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അതേ വരികൾ തന്നെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ NCERT ഏരിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ഡിഗ്രി ലെവൽ പരീക്ഷ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ എന്തായാലും പഠിക്കണം. അപ്പോൾ എല്ലാ ടോപ്പിക്കും അതുപോലെ തന്നെയാണ് സയൻസും വരുന്നത്. മിസ്സേ, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇതേ സയൻസ് തന്നെ നമുക്കിനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് രക്ഷകനായിട്ടും ശിക്ഷകനായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ മനസ്സിലായി. അതായത് ചില സമയം നമുക്ക് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരും, ചില സമയം ടഫ് ക്വസ്റ്റ്യൻസും വരും. ഇപ്പോൾ സയൻസ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ എന്തായാലും പഠിക്കണം. അതിപ്പോൾ എല്ലാ ടോപ്പിക്കിലും അങ്ങനെ തന്നെയാണ് മിസ്സേ. എന്നിട്ട് ഇപ്പോൾ സയൻസിൽ എല്ലാവർക്കും അറിയുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ ഒരു തവണ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. മുമ്പത്തെ, അതായത് കഴിഞ്ഞതിന് മുമ്പത്തെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാമിന് ഫിസിക്സിന് സിമ്പിൾ ക്വസ്റ്റ്യൻ ഫിസിക്സിൽ നിന്ന് വന്നത് ത്വരണത്തിന്റെ യൂണിറ്റ് എന്താ? അതെ, അതൊരു ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ആൻസർ ചെയ്യാവുന്നതാണ്. LDക്ക് പോലും ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് വന്നത്. ഇപ്പോൾ കഴിഞ്ഞ 128/2022 സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് അവസാനം നടന്നതിന് നമ്മുടെ കെമിസ്ട്രിന്ന് ക്വസ്റ്റ്യൻസ് വന്ന ഏരിയ ആണ് ഒന്ന് അമാൽഗമുകൾ, പിന്നെ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ഹൈബ്രിഡൈസേഷനും അതിന്റെ കൂടെ NMR സ്പെക്ട്രോസ്കോപ്പിയും. അതൊന്നും ഒരു ഹൈസ്കൂൾ ലെവലിലുള്ള സ്റ്റുഡന്റിന് ഒരിക്കലും ചെയ്യാനും പറ്റില്ല. പിന്നെ വന്നിട്ട് അസിയോട്രോപ്പ് മിക്സ്ചേഴ്സ്, ക്ലാത്രേറ്റ്സ്, ആൽക്കലോയിഡ് ടെസ്റ്റുകൾ, പിന്നെ വാതക നിയമങ്ങളുടെ നല്ല ആപ്ലിക്കേഷൻ ലെവലിലുള്ള പ്രോബ്ലംസ്. അപ്പോൾ ഇതൊക്കെ പഠിക്കണമെങ്കിൽ ബേസ് വേണ്ടേ? എന്ന് വെച്ചാൽ സയൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം കെമിസ്ട്രിക്ക് 5 മാർക്ക്, ഫിസിക്സിന് 5 മാർക്ക്, നിസ്സാര കാര്യമല്ല. അപ്പം എന്തായാലും നമ്മൾ പഠിച്ചെടുക്കണം. NCERT ഭാഗങ്ങൾ നോക്കുകയും വേണം. പക്ഷേ സയൻസ് ഒരു ബേസ് ഇല്ലാത്ത ആൾക്ക് നേരെ പോയി NCERT പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതേസമയം ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുറപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. അതുകൂടാതെ ഇത് സീരിയസ് ആയിട്ട് പഠിക്കുന്നവർ NCERT ടോപ്പിക്കിൽ നിന്നും ആ ഭാഗങ്ങളിൽ നിന്നുകൂടി ഒന്ന് കാര്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്കൊരു ചെറിയ കാര്യം അല്ലേ, ഒരു ടിപ്പ് എന്ന രീതിയിൽ പറയാവുന്ന കാര്യമാണ്. അതായത് NCERT ടെക്സ്റ്റ് ബുക്ക് ആഴത്തിൽ പഠിക്കണം, അത് അത്രയും അതുപോലെ നോക്കണം എന്നല്ല പറഞ്ഞത്. നമ്മുടെ സിലബസ് എടുക്കുക, സിലബസ് എടുത്തിട്ട് ടോപ്പിക്സ് ഏതൊക്കെയാ നോക്കുക. ആ ടോപ്പിക്സ് സാധാ 12th ലെവലിലും പഠിച്ചതിൽ നിന്നും കുറച്ചും കൂടി ഡെപ്തിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ പ്രോബ്ലംസും കൂടിയൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് പഠിച്ചെടുത്താൽ ഈ 5+5 ഫിസിക്കൽ സയൻസിലെ 10 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങ് കൊണ്ടുവരാം, എടുക്കാവുന്നതേ ഉള്ളൂ. സോ അറിഞ്ഞു പഠിക്കുക, ഓരോ ടോപ്പിക്ക് നോക്കി സെലക്ട് ചെയ്ത് പഠിക്കുക. സോ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ പോകുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ കൂടെയുണ്ട്, സൈലം കൂടെയുണ്ട്. ഉറപ്പായും.